ഭാഗത്ത് തന്നെയാണോ അല്ല ഒന്ന് ഇടതുഭാഗത്താണോ? ഭയങ്കര ചർച്ചയാണല്ലോ. എല്ലാം കൃത്യമായിട്ട് പഠിക്കണം എന്നാണല്ലോ അവർ പറയാറുള്ളത്. അങ്ങനെ കൃത്യമായി പഠിച്ചിങ്ങനെ വരുമ്പോ പണ്ട് പഠിച്ചതൊക്കെ ഇല്ലാണ്ടാകുകയാണ് മുജാഹിദീങ്ങൾ. അങ്ങനെ പുതിയ പടച്ചോനൊക്കെ ഇങ്ങനെ വരികയാണ്. ഇനി അത് ഫ്ലെക്സ് ബോർഡിൽ എവിടെയെങ്കിലും അവർ പ്രദർശിപ്പിക്കുമോ നമ്മൾ അറിയില്ല. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ആ രൂപത്തിലാണ് കാര്യത്തിന്റെ പോക്കുള്ളത്. അത് മനസ്സിലാക്കണം. മുജാഹിദീങ്ങൾ അവർ തൗഹീദ് തൗഹീദ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരാറുണ്ടല്ലോ. ഏത് തൗഹീദ്? ഇതെന്ത് തൗഹീദാ സുഹൃത്തുക്കളെ? നിങ്ങൾക്കൊന്ന് ആലോചിച്ചുകൂടെ? നിങ്ങളെ മൗലവിമാർ അവർ ഈ പറയുന്ന ആശയം എന്ത് ആശയമാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആലോചിച്ചു നോക്കുക. ഈ വസ്തുതകൾ നിങ്ങൾക്കും ആലോചിക്കാലോ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണമെന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ മൗലവിമാർ പറയുന്നത് അത് അപ്പടി ആര് എന്ത് പറഞ്ഞാലും ഞങ്ങള് ആ മൗലവി പറഞ്ഞാലും തിരുത്തൂല, ഞങ്ങൾ ആ CD കണ്ടത് തന്നെ അറിഞ്ഞു തന്നെ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന് ചിന്തിച്ച് നിങ്ങൾ നടന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്ക് ഈ വസ്തുത നിങ്ങൾക്ക് പറഞ്ഞു തരാനേ കഴിയുള്ളൂ. കൂട്ടത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വേറൊരു പരിപാടി ഉണ്ട്. അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യൽ. പടച്ചോനെ, നീ ആ മുജാഹിദ് സുഹൃത്തുക്കൾക്കും ഹിദായത്ത് നൽകണേ റബ്ബേ. ഈ പ്രാർത്ഥന ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നടത്തും. നിങ്ങൾ അതിന് ആമീൻ പറയുക, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അല്ലേ? അള്ളാഹു ഇന്നലത്തെ അല്ല നിങ്ങൾക്ക് പോയി. ഇതെന്ത് അള്ളയാ? മാറ്റം വരുന്ന ഇങ്ങനെ അവയവം അത് നഷ്ടപ്പെട്ടു പോയി അള്ളാഹ്ക്ക്. നിങ്ങളെ നേരത്തെ ഞങ്ങൾ നേരത്തെ അള്ളാഹുവിന് വലതുഭാഗം പറയാൻ പറ്റുമോ? ഇടതുഭാഗം പറയാൻ പറ്റുമോ? സ്ഥലത്തിലേക്ക് ആവശ്യമുള്ളവനാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം സ്ഥലങ്ങളെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹു താല ഉള്ളവനാണല്ലോ. സ്ഥലത്തിലേക്ക് ആവശ്യമുള്ളവനാണെന്ന് പറയാൻ പറ്റില്ല. അവന് ഭാഗങ്ങളുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ ചെറിയ കുട്ടികൾ മദ്രസയിൽ നിന്ന് പഠിച്ചു വരുന്ന വിഷയമാണ്. ഞങ്ങൾ ചെറിയ കുട്ടികൾ മദ്രസയിൽ നിന്ന് അള്ളാഹുവിനെ പഠിച്ചു വരുമ്പോൾ, തൗഹീദ് പഠിച്ചു വരുമ്പോൾ, അവന്റെ ഗുണവിശേഷങ്ങൾ പഠിച്ചു വരുമ്പോൾ അവനൊരിക്കലും സൃഷ്ടികളെ പോലെയല്ല എന്ന് വളരെ വ്യക്തമായി പഠിക്കുന്നു. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് സാമ്യതയിൽ അവനോട് തുല്യനായി ആരുമില്ല എന്ന ആശയം വളരെ വ്യക്തമായി ഞങ്ങളുടെ മദ്രസയിൽ വളരെ കൃത്യമായി ഞങ്ങൾ പഠിപ്പിക്കുന്നു. അത് കുട്ടികൾ പഠിക്കുന്നു, അത് അംഗീകരിക്കുന്നു. ആ മദ്രസ വേണ്ട, അങ്ങനെയുള്ള പള്ളിയും ഖതീബും ഉസ്താദും വേണ്ട, അവരൊക്കെ അബൂജഹലുമാരാണ് മക്കളെ എന്ന് പറഞ്ഞ് ഈ സമുദായത്തിലെ കുറെ കുട്ടികളെ നിങ്ങൾ നിങ്ങളെ മദ്രസയിലേക്കും കൊണ്ടുപോയില്ലേ മുജാഹിദുകളെ? ആ കുട്ടികളെ നിങ്ങൾ ഇത്രകാലം പഠിപ്പിച്ചത് അള്ളാഹുവിന് വലത്തേ കൈയും ഇടത്തേ കൈയും ഉണ്ടെന്നാണ്. ഇപ്പം ഇടതുഭാഗമുണ്ടെങ്കിലും ഇടതുഭാഗത്ത് കൈയില്ല, അല്ല വികലാംഗൻ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും മുജാഹിദേ? അടിസ്ഥാനമില്ലാത്തതുകൊണ്ട് സംഭവിച്ചാണ്. അടിത്തറല്ല നിങ്ങൾക്ക്. ഇസ്ലാമിന്റെ അടിത്തറയിൽ നിങ്ങൾ വഴിമാറിപ്പോയി. അതുകൊണ്ട് പറ്റിയ അപകടം, അതുകൊണ്ട് പറ്റിയതാണ്. ആ അടിത്തറ, ഈ അടിസ്ഥാനമില്ലാത്ത അടിത്തറ നിങ്ങൾക്ക് പാകിത്തന്നത് അത് റഷീദുർ റിള, ഇബ്നു അബ്ദുൽ വഹാബ്, അഫ്കാനി, ഷൗക്കാനി, വക്കം മൗലവി, കെ.എം. മൗലവി, ഇബ്നു തൈമിയ്യ തുടങ്ങിയ ആളുകളാണ്. നിങ്ങൾ അത് എന്തിന് അംഗീകരിക്കാൻ നിന്നു? അംഗീകരിച്ചാലേ നിങ്ങൾക്ക് പറ്റിയ അപകടം അതിൽ മാറാം എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പോരാ. ഇനി നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ സ്ഥലം എവിടെയാണെന്ന് മുജാഹിദീങ്ങൾ മുമ്പ് പഠിപ്പിച്ചു. അള്ളാന്റെ സ്ഥലം എവിടെ? ഇത് അൽമനാർ. ഈ അൽമനാറിൽ അള്ളാന്റെ സ്ഥലം മുജാഹിദീങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് എപ്പോഴുള്ളതാ? 2005 ഏപ്രിൽ മാസത്തിൽ. ഇതിൽ പറയുന്ന ലേഖനത്തിന്റെ ഹെഡിങ് എന്താണെന്നറിയോ? അള്ളാഹു എവിടെ എന്നാണ്. അള്ളാഹു എവിടെ? മുജാഹിദീങ്ങൾ ചോദിക്കുകയാണ്, അള്ളാഹു എവിടെ? വലിയൊരു ചർച്ചാ വിഷയമാണല്ലോ. അള്ളാനെ കാണുന്നില്ല. അള്ളാനെ അന്വേഷിച്ച് നടക്കുന്നവര് ഇനിയിപ്പോ ഭൂമിയിലാണോ, 1-ാം ആകാശത്തിലാണോ, 7-ാം ആകാശത്തിലാണോ, എവിടെയായിരിക്കും ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ കുഴങ്ങണ്ട. മുജാഹിദീങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാണ് അള്ളാഹു എവിടെയാണ്. അള്ളാഹു ആകാശത്തിൽ. എന്നിട്ട് മുജാഹിദീങ്ങൾ പറയാണ് അള്ളാഹ് എവിടെ? അള്ളാഹു ആകാശത്തിൽ. അള്ളാഹു ആകാശത്താണെന്നുള്ളതിന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ കാണാൻ സാധിക്കും. ഒരുപാട് ആയത്തുകൾ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് മുജാഹിദുകൾ അതിന് ആയത്തുകൾ ഉദ്ധരിക്കുകയാണ്. ഒരുപാട് അള്ളാഹു ആകാശത്തുള്ളവൻ അവളിൽ കോപിക്കുന്നതാണ്. മുസ്ലിമിലെ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയുന്നു, ഇവിടെ ആകാശത്തുള്ളവൻ എന്നാണ് തിരുമേനി പറഞ്ഞത്. അതായത് ആകാശത്തുള്ള അള്ളാഹു അവളിൽ കോപിക്കും എന്ന്. അപ്പോൾ അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയത് അള്ളാഹു ആകാശത്താണെന്നാണ്. അപ്പൊ മുഹമ്മദ് നബി മനസ്സിലാക്കിയത് അള്ളാഹ് ആകാശത്തിൽ, മുജാഹിദ് പഠിപ്പിക്കുന്നത് അള്ളാഹ് ആകാശത്തിൽ. ഇങ്ങനെ അള്ളാഹ് ആകാശത്തിലാണെന്ന് മുജാഹിദ് അൽമനാറിൽ. ഇത് എപ്പോഴാ? 2005 ഏപ്രിൽ. അല്ലെ 2005 ഏപ്രിൽ മുജാഹിദ് പഠിപ്പിക്കുന്ന അള്ളാഹ് ആകാശത്താണ്. എന്നാൽ നിങ്ങളിപ്പോ ആകാശത്ത് പോയി നോക്കിയാൽ അള്ളാഹിനെ കാണുമോ? ഇല്ല. മുജാഹിദ് പറയുന്നത് ഞങ്ങൾ സ്ഥലം മാറ്റിയെന്ന.
അള്ളാന്റെ സ്ഥലമൊക്കെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ പുതിയ പുതിയ നവോത്ഥാനത്തിന്റെ പരിപാടികളുമായി രംഗത്ത് വരുമ്പോ അള്ളാന്റെ സ്ഥലം ഈ പണ്ടേയുള്ള സ്ഥലത്ത് നിന്നൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പുരോഗമനൊക്കെ വേണമല്ലോ അള്ളാഹ്ക്ക് എന്ന് കരുതിയിട്ട് മുജാഹിദീങ്ങൾ ഒരു പുസ്തകം ഇറക്കി. എന്താണത്? ആരാണ് അള്ളാഹു എന്ന് പറയുന്ന ഈ പുസ്തകം. അള്ളാഹ് ആകാശത്തിലാന്ന് പറഞ്ഞല്ലോ അല്ലേ? ആകാശത്തിലാണ് എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് ഇപ്പൊ പറഞ്ഞെന്താണെന്നറിയോ? അള്ളാഹു ആരാണ് അള്ളാഹു ചോദിക്കുന്ന ഒരു പുസ്തകം. ISM കേരള പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ 3-ാമത്തെ പേജിൽ 4-ാമത്തെ പേജിൽ അങ്ങനെ തുടങ്ങി പല പേജുകളിലും പറയുന്ന വിഷയം എന്താണെന്നറിയോ? അള്ളാഹു ആകാശത്തിന് പുറത്താണ്, ആകാശത്തിലില്ല. ഇപ്പൊ മുജാഹിദ് പറയുന്ന അള്ളാഹ് ആകാശത്തില്ല. നേരത്തെ മുജാഹിദ് പറഞ്ഞു അള്ളാഹ് ആകാശത്തിൽ. ഇപ്പൊ അള്ളാഹുടെ സ്ഥലം മാറി. ഇങ്ങനെ മാറുമോ മുജാഹിദേ? നിങ്ങൾ എന്തൊരു അപകടമാണ് ഈ പറയുന്ന ഈ സമുദായത്തോട്. വലിയ തൗഹീദ് എന്നല്ലേ നിങ്ങളെ പറ്റി പറയാറുള്ളത്? തൗഹീദിന്റെ ആളുകൾ അല്ലേ? തൗഹീദിന്റെ ആളുകൾ നിങ്ങളെ പറ്റി പറയാറില്ലേ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞെന്താ? നിങ്ങൾ പറയുന്ന അള്ളാഹ് ആകാശത്തില്ല, അള്ളാഹ് ആകാശത്തിന്റെ പുറത്താണ്. ആരാണ് ഈ പുറത്ത് കൊണ്ടുപോയിട്ടത് മുജാഹിദേ? അള്ളാഹനെ ആ അർശോടുകൂടെ അങ്ങനെ എങ്ങനെയാണ് അള്ളാഹു നിങ്ങൾ പുറത്തു കൊണ്ടുപോയിട്ടത്? ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ അള്ളാഹ് ആകാശത്താണെന്നല്ലേ? എന്നിട്ട് ഇയാൾ പറയുന്നത് എന്താണെന്നറിയോ? ഫിസ്സമായി എന്ന് തുടങ്ങുന്ന ഏത് ആയത്തിനും അതിന് ആകാശത്തിൽ എന്നല്ല, അലയുടെ അർത്ഥം പറയണം. അറബിയിൽ അലസ്സമായി എന്നതിന്റെ അർത്ഥം കൊടുക്കണം. അങ്ങനെ ആകാശത്തിന്റെ പുറത്താണ് എന്ന് അർത്ഥം പറയേണ്ടതാണ്. ആകാശത്തിലാണെന്ന് മുഹമ്മദ് നബി പഠിച്ചു. ആ മുഹമ്മദ് നബി പഠിപ്പിച്ചത് ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന മുജാഹിദ് മൗലവിമാരെ, ഇത്രകാലം നിങ്ങളുടെ അനുയായികൾ അല്ലാഹ് ആകാശത്താണെന്ന് വിശ്വസിച്ച് അത് നിങ്ങളുടെ അൽമനാറിലൂടെ എഴുതി. ഇപ്പോൾ നിങ്ങൾ 2007 വന്നപ്പോൾ അല്ലാഹ് ആകാശത്തിന്റെ പുറത്താണെന്ന് പറഞ്ഞാൽ ആകാശത്തിൽ ഉള്ള അല്ലാഹനെ വിശ്വസിച്ചാലാണോ? ആകാശത്തിന്റെ പുറത്തുള്ള അല്ലാഹനെ വിശ്വസിച്ചാലാണോ ഈമാനിലാവുക, യഥാർത്ഥ വിശ്വാസത്തിലാവുക? നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ, ഈ സമുദായത്തോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ. ഇങ്ങനെ സ്ഥലം മാറുന്ന അല്ലാഹ്, കൈകാലുകൾ മാറുന്ന അല്ലാഹ്, ഇങ്ങനെ രൂപഭാവങ്ങൾ മാറുന്ന അല്ലാഹ്, ഈ അല്ലാഹയെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി മുജാഹിദേ? ഇതെന്തൊരു വലിയ അപകടമാണ്. നിങ്ങളുടെ ഈ വാദം ഇത് വിശ്വസിക്കാനും വേണമല്ലോ. ഈമാനിന്റെ കുടുംബങ്ങളിൽ പിറന്നു വീണ മുസ്ലിങ്ങൾ. അത്ഭുതം തോന്നുകയാണ്. നിങ്ങളുടെ പിന്നിലും ആളുകൾ ഒരുമിച്ച് കൂടാനുണ്ടല്ലോ. സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചോ, ഇത് നിങ്ങൾ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാ? കാക്ക കാരണവന്മാരെന്ന് പറഞ്ഞ് നിങ്ങൾ പൂർവീകരെ തള്ളിയില്ലേ? അവരെ പരിഹസിച്ചില്ലേ? അവരെ വഴി വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞവരെ പുച്ഛിച്ചു മാറ്റിയില്ലേ? ഇതിന്റെ ശാപവും അപകടവും നിങ്ങൾ നിരന്തരം അനുഭവിക്കുകയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് മോക്ഷം വേണോ? സുന്നത്ത് ജമാഅത്തിലേക്കുള്ള മടക്കമല്ലാതെ വേറെ വഴിയൊന്നുമില്ല. മനസ്സിലാക്കുക. നിങ്ങളറിയോ, മുജാഹിദ് പറയുന്ന ആയത്തുകൾ പ്രകാരം അല്ലാഹ് ആകാശത്തിലാണെന്നും ആകാശം നിങ്ങൾ പറയാൻ നിൽക്കുകയാണെങ്കിൽ അതേ രൂപത്തിൽ മുജാഹിദ് പറയുന്ന അർത്ഥപ്രകാരം വിശുദ്ധ ഖുർആനിലെ മറ്റ് ആയത്തുകൾ എടുത്ത് ധരിച്ചാൽ അല്ലാഹ് ഭൂമിയിലാന്ന് പറയാൻ അതിലും കൂടുതൽ ആയത്തുകൾ ഉദ്ധരിക്കാൻ കഴിയും. മുജാഹിദിന്റെ വാദപ്രകാരമായിട്ടാണ് പറഞ്ഞത്. അപ്പൊ മുജാഹിദ് പറയുന്ന അർത്ഥം ശരിയല്ല. മുജാഹിദ് മനസ്സിലാക്കിയ ഖുർആനിലെ ആശയവും ശരിയല്ല. അതുകൊണ്ട് ശരിയായ ആശയം സുന്നത്ത് ജമാഅത്ത് അംഗീകരിച്ച് ജീവിക്കാൻ മുസ്ലിങ്ങളെ നമ്മൾ സന്നദ്ധരാവുക. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ അൽമനാറിൽ ഒരു കാലത്ത് എഴുതിയെന്താണെന്നറിയോ? ഇതേതാ അൽമനാർ? 1952 ജനുവരി 20 ഇറങ്ങിയ അൽമനാർ. ഈ അൽമനാറിൽ ആശയപ്രകാരം ഇന്നീ ജീവിക്കുന്ന മുജാഹിദീങ്ങൾ അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കുഫറിലാകുന്നു എന്ന് വളരെ വ്യക്തമായി അൽമനാർ പറയാൻ. ഞാൻ പറയല്ല, നിങ്ങൾ എന്നോട് വെറുപ്പ് തോന്നണ്ട. നിങ്ങൾ അൽമനാർ പറയാൻ. ഇത്തരം ഈജാതി വാദം ആരെങ്കിലും ഉന്നയിച്ചാൽ, വിശ്വസിച്ചാൽ